ഹായ് സുഹൃത്തുക്കളെ, നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നോക്കി നമ്മൾ ഈ കിണർ നന്നാക്കാനുള്ളതാണ്. അത്യാവശ്യം കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കി എടുക്കണം. ഇത് 4 കൊല്ലം നന്നാക്കിയിട്ട് നമ്മൾ നന്നാക്കിയായിരുന്നു, പിന്നെ അത് നന്നാക്കിയിട്ടില്ല. ഇപ്പോൾ ഒരു 5 കൊല്ലം പോലായി നന്നാക്കിയിട്ട്. അപ്പോൾ നമുക്കൊന്ന് അടിപൊളിയാക്കി എടുക്കാം. ഓക്കെ, നമ്മൾ വർക്ക് ഇങ്ങനെയാണ്. അത്യാവശ്യം വെള്ളമുണ്ട്, കുഴപ്പമില്ല. അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടി ഒരു ഇടിയുന്ന സൈസ് കിണറാണിത്. അപ്പോൾ നമുക്ക് കാടൊക്കെ പറിച്ച് വൃത്തിയാക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മളെ കിണർ ഇതുപോലെ ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മളെ വിളിച്ചോളി. നമ്മളെ നമ്പറൊക്കെ നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ക്ലീനാക്കി കൊടുക്കുന്നതാണ്. കുറേ പഴക്കമുള്ളൊരു കിണറാണിത്. അങ്ങനെ ഒരു 2 ആളും കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്കത് വെള്ളം അടിച്ചിട്ടൊന്ന് ഇതിൻ്റെ സൈഡൊക്കെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണം. ഒന്നും വലിക്കാതെ സംവിധാനമില്ല. അപ്പോൾ കയറൊക്കെ കെട്ടുന്ന ലോങ് കെട്ടേണ്ടതുണ്ട്. അപ്പോൾ നമുക്കൊരു കോണി കിട്ടിയിട്ടുണ്ട്. ആ കോണിനോടൊന്നും ചെറിയ പരിപാടി. നമുക്ക് കിണറിന് മണ്ണും ചെളിയൊന്നും കോരാനുള്ള സംവിധാനമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി ഇങ്ങോട്ട് പരമാവധി അടുപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ കോണി വെച്ച് കോണി ടയറിന് ലോക്കാക്കി വെച്ചതാണ് ഇല്ലേ. അപ്പോൾ ആ ടയറിന് ലോക്കാക്കി വെച്ച് കെട്ടി ഇനി എങ്ങനെ വലിച്ചാലും ഇത് സൈഡിലേക്കൊന്നും പോവില്ല. ഒരുവിധം ലോഡൊക്കെ ഇതിൽ വലിച്ചു കയറ്റാം. ണെങ്കിൽ നല്ല എയറിൻ്റെ പ്രശ്നം, അതായത് ഓക്സിജൻ്റെ കുറവുണ്ടെങ്കിലൊക്കെ വേഗം ക്ലിയർ ആവും. രണ്ടാമതിൻ്റെ കിണർ കഴുകി കഴിയുമ്പോൾ തണുപ്പായിരിക്കും. ഈ വെള്ളം ഇങ്ങനെ റിട്ടടിച്ച് കഴിഞ്ഞാൽ മൊത്തം നനഞ്ഞു കഴിഞ്ഞാൽ അത് തണുപ്പാവും കിണറിനുള്ളിൽ ഏകദേശം. അപ്പോൾ ഈ എയറിൻ്റെ പ്രശ്നം പരമാവധി കുറഞ്ഞു കിട്ടും. ചില കിണറിലൊക്കെ നല്ല എയറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരമാവധി കിണറൊക്കെ വൃത്തിയാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാം. ഒന്നാമത് വേനൽക്കാലം ആകുമ്പോൾ പ്രത്യേകിച്ചും എയറിൻ്റെ പ്രശ്നം നന്നായി വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ കഴുകാണെങ്കിൽ കിണറും വൃത്തിയാവും. കിണറിൽ ക്ലീനിങ്ങിന് ഇറങ്ങുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് നല്ല വൃത്തിയിൽ കാര്യങ്ങൾ ചെയ്തു പോകാൻ കഴിയും. മണ്ണും ചെറിയൊക്കെ കോരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങാണ്. സൈഡ് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. കിണറിൻ്റെ സൈഡ് ഇടിഞ്ഞിട്ടുണ്ട്. മണ്ണ് വെച്ച് കോരുണ്ട്. ആദ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇടിയുന്ന കിണറാണ്. ആദ്യം ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ മണ്ണും ചെറിയൊക്കെ കോരി വൃത്തിയാക്കണം. നമ്മൾ കിണറിൻ്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാടൊക്കെ പറിച്ച് കഴുകി വൃത്തിയാക്കി. മണ്ണും ചെടിയൊക്കെ കുറച്ച് കുറവുണ്ടായിരുന്നു. നമ്മൾ കാട് പറിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ വാരി വൃത്തിയാക്കി. ചെറിയ രീതിയിൽ ഉറവുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വെള്ളമാവുള്ളൂ. ടൈം എടുക്കും. കുറവുള്ളൊരു കിണറാണ്. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം.